പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തിയേക്കും. ജനുവരി 17-ന് കൊച്ചിയിലും തൃശൂരിലുമാകും സന്ദർശനമുണ്ടാകുക. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിലും പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, പ്രധാനമന്ത്രിയുടെ വീണ്ടും ഒരു കേരള സന്ദർശനം ഒരുങ്ങുകയാണ്. കൊച്ചിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും അതോടൊപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് ഗുരുവായൂരിലും എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഈ മാസം കേരളത്തിലേക്ക് എത്താനാണ് സാധ്യത. ജനുവരി 17-ന് കൊച്ചിയിലും തൃശൂരിലുമാകും സന്ദർശനമുണ്ടാക്കുക. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്യും. മനോജുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. വിഷ്ണു, 17-ാം തീയതിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുക എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഈ 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് നടക്കുന്നത്. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിലെ മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടെ നിർവഹിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. തൃശ്ശൂരിലും കൊച്ചിയിലുമായിരിക്കും പ്രധാനമായും സന്ദർശനം ഉണ്ടാകുക. കഴിഞ്ഞ 3-ാം തീയതിയാണ് തൃശ്ശൂരിലെ മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു വരവാണ് ഇപ്പോൾ ഈ 17-ാം തീയതി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ വരവ് വെറുതെ ആകില്ല. മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാൻ കൂടെ തയ്യാറായിട്ടാണ് പ്രധാനമന്ത്രി വരിക. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്നാലും അതിന്റെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ഈ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ ഒരുക്കേണ്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനം കൂടെയാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന പദ്ധതികൾ, അതായത് കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ കേരളത്തിൽ കൃത്യമായും നടപ്പിലാക്കുവാനുള്ള അതൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടുള്ള സന്ദർശനമായിരിക്കും. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് അദ്ദേഹം ഗ്യാരണ്ടി എന്നുള്ള വാക്യം അന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉറക്കെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഈ വരുന്ന ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ സന്ദർശനമെന്ന് തന്നെ വിലയിരുത്താം. കാരണം ഇത്രയധികം വികസന പദ്ധതികൾ കേരളത്തിൽ കേന്ദ്രം നടപ്പിലാക്കിയിട്ടും അതൊന്നും തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. കാരണം കേരള സർക്കാർ അത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികളെ പേര് മാറ്റിയും അതുപോലെ തന്നെ മറ്റു തരത്തിലൊക്കെ നടപ്പിലാക്കി വരുമ്പോൾ അതിനെ കൃത്യമായും പ്രധാനമന്ത്രി തന്നെ വന്ന് നേതൃത്വം നൽകി അത്തരത്തിലുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കേരള ജനതയ്ക്ക് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വരാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ രണ്ടാമതൊരു സന്ദർശനം കൂടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു സന്ദർശനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ഈ വിവാഹ ചടങ്ങിലായിരിക്കും ആദ്യം പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതിനുശേഷമാകും ഇത്തരത്തിൽ കൊച്ചിയിലും തൃശ്ശൂരിലുമായിട്ടുള്ള വിവിധ ഉദ്ഘാടന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നത് 2 ലക്ഷത്തോളം വനിതകളുടെ മഹിളാ സംഗമത്തെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ആ സന്ദർശനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കേരളത്തിൽ വഴിവെച്ചത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കേരളത്തിൽ BJP ക്യാമ്പിന് കൂടുതൽ ആത്മവിശ്വാസവും പ്രവർത്തന ഊർജവും നൽകുന്ന ഒരു സന്ദർശനം കൂടിയായിരിക്കില്ലേ അത്? തീർച്ചയായും പ്രധാനമന്ത്രി പങ്കെടുത്ത മഹിളാ സമ്മേളനത്തിൽ തന്നെ സംസ്ഥാന നേതാക്കളടക്കം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹത്തിന് ഇത്രയധികം വലിയൊരു സ്വീകരണവും അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ ലക്ഷക്കണക്കിന് സ്ത്രീകളും ഇവിടെ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം നൽകുന്നത് തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കൂടുതൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ വഴിവെക്കുമെന്നതിൽ സംശയമില്ല. കാരണം നേരത്തെ ആ സമ്മേളനം കഴിഞ്ഞ പാട് തന്നെ പല രീതിയിലുള്ള പ്രകമ്പനങ്ങൾ പല മേഖലയിലും നമ്മൾ
നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം ഒരുങ്ങുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് 3-ാം തീയതി ഉണ്ടായിരുന്ന സന്ദർശനം. അതിനുശേഷം ഈ 17-ാം തീയതി അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ കൂടുതൽ അത് പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നതും അതുപോലെ തന്നെ സംഘടനാ സംവിധാനങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജ്ജം നൽകിക്കൊണ്ട് ഇനി ഒരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൂടെയാണ്. കാരണം ഈ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൂടുതലായും ഈ കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഗ്യാരണ്ടി നൽകിയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹം ആ ഗ്യാരണ്ടി കൂടുതൽ ഉറപ്പു നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അടുത്ത സന്ദർശനം കൂടെ ആകുമ്പോൾ നടക്കുക. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരായാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയൊരുക്കുന്ന മറ്റ് സംവിധാനങ്ങളും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ 17-ാം തീയതിയും അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കൊച്ചിയിലും തൃശ്ശൂരിലും നടക്കുന്ന ചടങ്ങുകളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ പ്രധാനമന്ത്രിയുടെ പരിപാടി മഹിളാ സമ്മേളനത്തിൽ ഇവിടെ നിന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മക്കളക്കുമായി നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണം അതായത് വെറുമൊരു കല്യാണത്തിന് വന്നു പോക്ക് മാത്രമല്ല എന്നുകൂടെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ വികസന പദ്ധതികൾ കൂടെ തുടക്കം കുറിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മടക്കയാത്ര. വിഷ്ണു, ശരി. ജനുവരി 17-ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും കൊച്ചിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിച്ചേരുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.